التمسك بالأثر نجاة. ഉസ്താദ് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം കേട്ടോ. അല്ലാതെ പറഞ്ഞാൽ ആകെ ഒച്ചയും ബഹളാവൂലേ? ആവൂലേ? അവസാനം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വരൂലേ? ആ ഓക്കെ ഇൻഷാ അല്ലാ. എന്നാലും ഉണ്ടല്ലോ നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് പോയാലോ? നിങ്ങൾക്ക് പോകാൻ ഇഷ്ടല്ലേ? പോയാലോ? പക്ഷെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഗേറ്റിൻ്റെ അടുത്ത് ഒരാള് ഞാന് 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ഗേറ്റിൻ്റെ അടുത്തുള്ള ആള് 3 ക്വസ്റ്റ്യൻ, ഞാനല്ല കേട്ടോ, ഗേറ്റിൻ്റെ അടുത്തുള്ള ആള് 3 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. കയറിക്കഴിഞ്ഞാല് സൂപ്പറാണ്. 3 ക്വസ്റ്റ്യൻ ആൻസർ പറയണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടല്ലേ? പോകാൻ ഇഷ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കൂലേ? പഠിച്ചിട്ടും മറന്നു പോവാണെങ്കിലോ? അവിടെ എത്തുന്നത് വരെ ഓർമ്മിക്കാൻ എന്താ ചെയ്യാം? അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവേ എനിക്ക് ഓർമ്മ കിട്ടണേ. പിന്നെ തെറ്റിപ്പോകല്ലേ അള്ളാഹുവേ, ചോദിക്കുമ്പോ തെറ്റിപ്പോകല്ലേ. പിന്നെന്ത് ചെയ്യും? നിങ്ങൾ ഉമ്മ കടയിൽ സാധനം വാങ്ങാൻ പറഞ്ഞേക്കുമ്പോ മറക്കാണ്ടിരിക്കാൻ എന്താ ചെയ്യാ? 1/2 കിലോ ഉള്ളി, 1 കിലോ പച്ചമുളക്, 1/2 കിലോ ഉള്ളി, 1 കിലോ പച്ചമുളക്, അല്ലേ? ചെയ്യാറുണ്ടോ? ആയിക്കോട്ടെ. 1 കിലോ പച്ചമുളകൊന്നും ആരും വാങ്ങൂല കേട്ടോ, പറയണ്ടോ? ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓർമ്മിച്ചുകൊണ്ടിരിക്കും അല്ലേ? എന്നാലേ എന്നോടൊരു കുട്ടി ഇവിടുന്ന് ആരോ പറഞ്ഞേ നല്ല രസമുള്ള സ്ഥലമാണ് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ഉസ്താദേ സ്വർഗല്ലേ പറഞ്ഞില്ലേ? ഇന്ന് ഉസ്താദ് ഒരു കാര്യം പറയട്ടെ. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താകണം? മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകുള്ളൂ അല്ലേ? മരിച്ചിട്ടല്ലേ സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ ആൾക്കാർ പോവാ. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ ഖബറിൽ വെക്കും അല്ലേ? ഖബറിൽ വെച്ചാൽ മലക്കുകൾ വരും, ക്വസ്റ്റ്യൻ ചോദിക്കും. എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും? 3 ക്വസ്റ്റ്യൻ ചോദിക്കും. 3നും ആൻസർ പറഞ്ഞാൽ സ്വർഗത്തില്, പറഞ്ഞില്ലെങ്കിലോ? എന്ത് സന്തോഷം, നരകത്തിലേക്ക് പോകാം. അങ്ങനെയാണോ? സുബ്ഹാനല്ലാഹ്, നമുക്ക് ഓർമ്മിക്കാൻ പോലും പറ്റൂല നരകത്ത് പോണത് അല്ലേ? അള്ളാഹുവിന്റെ വലിയ ശിക്ഷയുള്ള സ്ഥലമാണ്, അദാബുള്ള സ്ഥലമാണ് നരകം അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ മരിച്ചിങ്ങനെ കിടക്കുമ്പോ, ഖബറിൽ മണ്ണിൽ കിടക്കുമ്പോ മലക്കുകൾ വന്നിട്ട് 3 ചോദ്യം ചോദിക്കും. മൻ റബ്ബുക ചോദിക്കും. എന്താ ചോദിക്ക? മൻ റബ്ബുക പറഞ്ഞാല്, അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ? ആൻസർ എന്താ പറയാ? റബ്ബി. എന്താ പറയാ? അയ്യോ, അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? സ്വർഗത്ത് പോയില്ലേ ഇൻഷാ അല്ലാ? അങ്ങനെ 1 പറഞ്ഞാൽ മതിയോ? ഇനി 2 കൂടി ഇല്ലേ? എന്താ 2ാമത്തെ ക്വസ്റ്റ്യൻ? പിന്നെ ചോദിക്കും മാ ദീനുക. എന്ത് പറയും? ദീനിയൽ ഇസ്ലാം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. 2. ഇനി 3ാമത്തതോ? മൻ നബിയുക ചോദിക്കും. അപ്പൊ നബിയെ, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം അല്ലേ? ശരി. സംസാരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നാട്ടോ.
ചിരിക്കാൻ പറഞ്ഞല്ല, സംസാരിച്ച ഭയങ്കര പ്രശ്നമാണ് ക്ലാസ് എടുക്കുമ്പോൾ കേട്ടോ. ചിരിക്കരുത്. ഓക്കെ, എന്നാൽ 3 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ അള്ളാഹു ഖബറിൽ എന്താ ചെയ്യാന്നറിയോ? ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതില് ഒരു ഇങ്ങനെ തുറന്നു വെക്കും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് നല്ല കാറ്റ് വരും, നല്ല തണുത്ത കാറ്റ്, നല്ല മണം, നല്ല സുഖം കേട്ടോ. നല്ല ഒരു പുതിയാപ്പിള കിടന്നുറങ്ങണ പോലെ ഉറങ്ങാം. ആ സത്യാണ്. അപ്പൊ നിങ്ങള് മറക്കാൻ പറ്റോ 3 ക്വസ്റ്റ്യനും ആൻസറും? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു ബാഡായ ഒരു ചങ്ങായി, വിചാരിക്ക ഒരു ബാഡായ ഒരു ചങ്ങാതി സംസാരിച്ചാൽ അപ്പൊ കളവ് പറയും. എടാ നിസ്കരിച്ചോ? പിന്നെ 5 റക്അത്ത് നിസ്കരിച്ചു മഗ്രിബ്. പറ്റോ? ഓ വുളു തന്നെ എടുത്തിട്ടില്ല, പിന്നല്ലേ നിസ്കരിക്കാന്? അങ്ങനത്തെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാല് കേൾക്കാത്തൊരു ചങ്ങാതി. എന്തെങ്കിലും പറ്റിയാല് നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കാല് തട്ടി താഴെ വീണാല് നമ്മളൊക്കെ അള്ളാഹുവേ നല്ല വിളിക്ക. ഇവനാണെങ്കിൽ അല്ല അല്ലാത്ത ഏതോ കല്ലിനെയും മണ്ണിനെയൊക്കെ വിളിക്ക, രക്ഷിക്കണേ. അങ്ങനത്തെ ഒരാൾ കാണാതെ പഠിക്കാണ്. മൻ റബ്ബുക റബ്ബി അല്ലാഹ്, മദീനുക ദീനി അൽ ഇസ്ലാം, മന്നബിയുക നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണാണ്ട് നല്ല ഉഷാറായി പഠിച്ചു. എന്നിട്ട് അവനും മരിച്ചു. ഓക്കെ, മലക്കുകൾ വന്നു. ഓൻ പഠിച്ചിട്ടില്ലേ, കാണാതെ പഠിച്ചിട്ടില്ലേ? മലക്കുകൾ വന്ന് ചോദിച്ചു, മൻ റബ്ബുക? ഉത്തരം പറയാൻ പറ്റോ? ഓക്കെ, ഉത്തരം പറയാൻ പറ്റും പറയണവര് ഉസ്താദിക്ക് 1 കാണിക്കുക, വിരലുണ്ട്. ഓക്കെ, പറ്റൂല പറയണവര് 2 കാണിക്കാം. നോക്കട്ടെ. അപ്പോ ആൻസർ എന്താന്നറിയോ? ഉത്തരം പറയാൻ പറ്റൂല. ഇങ്ങനെയാണല്ലേ, പറ്റൂല. വെരി ഗുഡ്. ബാഡായ ആൾക്കാർക്ക് എത്ര കാണാതെ പഠിച്ചാലും ഉത്തരം പറയാൻ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? മൻ റബ്ബുക? ആരാണ് നിന്റെ റബ്ബ്? റബ്ബി അല്ലാഹ്. എന്റെ റബ്ബാരാണ്? അതെന്താ അങ്ങനെ പറഞ്ഞാല്? റബ്ബ് എന്ന് പറഞ്ഞാല് അറിയില്ലെങ്കിൽ പറയാൻ പറ്റോ? എന്താ റബ്ബ് പറഞ്ഞാല്? റബ്ബ് അല്ലാഹു ആണ്. ആയിക്കോട്ടെ. റബ്ബ് പറഞ്ഞാല് നമ്മളെ എല്ലാരെയും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മളെല്ലാരെയും ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹു അല്ലേ? നമുക്ക് കണ്ണും മൂക്കും ചെവിയും നല്ല പല്ലൊക്കെ തന്നത് ആരാണ്? അല്ലേ? നല്ല ആപ്പിളും ചോക്ലേറ്റൊക്കെ ബണ്ണൊക്കെ തിന്നുമ്പോൾ നല്ല തിന്നാല് അതിങ്ങനെ വയറ്റിലേക്കൊക്കെ എത്തൂലേ? ആരാ അതൊക്കെ ഉണ്ടാക്കിയത്? അല്ലാഹു ആണ്, റബ്ബാണ് അല്ലേ? അങ്ങനെ നമ്മളെ ഉണ്ടാക്കിയ അല്ലാഹു. പിന്നെന്താ? നമ്മളെ ഫുള്ള് കൺട്രോൾ ചെയ്യണത് ആരാണ്? അല്ലാഹു ആണല്ലേ? നമ്മൾ രാത്രി ഉറങ്ങി, ബിസ്മില്ലാ ഉറങ്ങി. ഓക്കെ, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ ഉറങ്ങി. രാവിലെ ആരെ എണീപ്പിക്കുക? ഉമ്മല്ലേ? നല്ല അടി തന്നിട്ട് എണീപ്പിക്കുക. എണീക്കടാ, സ്കൂളിൽ പോണ്ടേ, മദ്രസയിൽ പോണ്ടേ. പക്ഷെ ഉമ്മ അടിച്ചാലും വിളിച്ചാലും അള്ളാഹു വിചാരിച്ചാലല്ലേ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യണത് ആരാ? അള്ളാഹു ആണല്ലേ? ഇല്ലേ? ആയിക്കോട്ടെ. നമ്മൾ ആരുടേതാണ്? നമ്മള് അള്ളാഹുവിൻ്റെതാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും അല്ലേ? പറ്റൂലേ? അതാണ് റബ്ബ് പറഞ്ഞാല്. ഇപ്പൊ നമുക്ക് അള്ളാഹു പനി തന്നു, അള്ളാഹു നമുക്ക്
നല്ല പനി തന്നു. ഇഷ്ടം നിങ്ങൾക്ക് പനിയുള്ളൊരു ഇഷ്ടമുണ്ടോ? പനിയൊക്കെ വന്ന് ഉമ്മ പനിയാണ്. അപ്പൊ ഉമ്മ കഞ്ഞിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കഞ്ഞിയും അച്ചാറൊക്കെ തരും. ബിരിയാണിയൊന്നും ഇല്ലേ? പനിക്ക് പനി പിടിച്ചിട്ട് ബിരിയാണിയോ കഞ്ഞി ആയിക്കോട്ടെ. അങ്ങനെ പനിയൊക്കെ വന്നു. ആരാണ് നമുക്ക് നമ്മുടെ ശരീരം തന്നത്? അതിൽ പനി തന്നത് ആരാ? അപ്പൊ ആർക്കാണ് പനി മാറ്റാൻ പറ്റുക? അപ്പൊ പനി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യാ? ആരോടാ പറയാ? ആരോടാ പറയാ? ആരോടാ പറയാ? അല്ലേ, അള്ളാഹുവിനല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഉമ്മാനോട് പറയില്ല, ഉമ്മ എനിക്ക് പനിയാണ്, എങ്ങനെയെങ്കിലും എനിക്ക് മരുന്നൊക്കെ തന്നിട്ട് എന്റെ പനി മാറ്റിത്താ പറയലില്ലേ? പറയാ. ആ ഉമ്മ മരുന്ന് തന്നാലും പനി മാറ്റണത് ആരാണ്? ആ മരുന്നിലൂടെ പനി മാറ്റണത് ആരാണ്? ആരാ? അള്ളാഹു ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആരോടാ പറയാ? ആരോടാ പറയാ? ആരോടാ പറയാ? ഉറങ്ങുന്നുണ്ടോ? ആരോട് പറയാ? അള്ളാഹുവിനോട്. അപ്പൊ അങ്ങനെ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അള്ളാഹുവേ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗം കൊടുക്കണേ. അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണ ആൾക്ക് ഖബറിൽ മലക്ക് ചോദിക്കുമ്പോ എന്ത് പറയാൻ പറ്റും? മൻ റബ്ബുക്ക ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ്. അള്ളാഹു പറയാണ് റുകൂഅ് ചെയ്യുന്ന നല്ല മുസ്ലിമീങ്ങളെ കൂടെ നിങ്ങളും റുകൂഅ് ചെയ്യണം, അതായത് നിങ്ങൾ നിസ്കരിക്കണം. ഓക്കെ. അപ്പൊ മസ്ജിദിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കാണ്, ഹയ്യ അല സ്വലാഹ്, നിസ്കരിക്കാൻ വേണ്ടി വരൂ. അപ്പൊ നമ്മള് നിസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ വരുന്നില്ല, ഉറക്കം, കളിക്കാനുണ്ട്, ഉറങ്ങാനുണ്ട്. എന്നാലോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ ഇബാദത്തൊന്നും ചെയ്യാതെ എപ്പം നോക്കിയാലും നിസ്കരിക്കാതെ നടന്നാലോ ഉത്തരം പറയാൻ പറ്റോ? റബ്ബി അള്ളാഹ് പറയാൻ പറ്റോ? അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഒഴിവാക്കി. ഇതൊന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ രാത്രി എണീറ്റിട്ട് ഫുട്ബോളിന്റെ ഫൈനൽ കാണണം ആണോ? ആണോ? പിന്നെ രാത്രി എണീറ്റിട്ട് എന്താ ചെയ്യാ? നിസ്കരിക്കണം അല്ലേ? ആയിക്കോട്ടെ, അങ്ങനല്ലേ? നല്ല കുട്ടികളാണല്ലേ ചെയ്യാ? അങ്ങനെ ചെയ്യാ? ആയിക്കോട്ടെ. അപ്പൊ എന്നാല് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാണ്ട് ഇങ്ങനെ അതിനോടൊന്നും ഇഷ്ടല്ലാതെ അപ്പം നോക്കിയാൽ ഈ ഉമ്മ ചോദിക്കും നിസ്കരിച്ചോ നിസ്കരിച്ചോ നിസ്കരിച്ചോ, അങ്ങനെ പറയലുണ്ടോ നിങ്ങള്? അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനൊന്നും പറയാൻ പറ്റൂലല്ലേ. അവർ രണ്ടാളും സംസാരിക്കണമെന്നില്ലേ? ഉണ്ടോ? സംസാരിക്കണ്ടോ? നിങ്ങൾ രണ്ടാളും സംസാരിക്കണുണ്ടോ? വെള്ളം പറയാൻ പറ്റൂല? ഉണ്ടോ? സംസാരിക്കരുത് കേട്ടോ. അപ്പോ റബ്ബി അല്ലാഹ് ഉത്തരം പറയണമെങ്കിൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ജയിക്കണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം അല്ലേ? അല്ലേ? അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. വേണ്ടേ? വേണോ? വേണ്ടേ? വേണ്ടേ? വേണം. ശരി, അതാണ് റബ്ബി അല്ലാഹ്. ശരി, നിങ്ങൾ ഒരു ഓറഞ്ചിന്റെ ഒക്കെ ചിത്രമുള്ള പേജില്ലേ, കാണുന്നുണ്ടോ? ഓറഞ്ചിന്റെ ഒക്കെ ചിത്രമുള്ള പേജ് കാണുന്നുണ്ടോ? ആ, അവിടെ ആ പേജില് കണ്ടില്ലേ? നിങ്ങൾ പേജ് അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ചവിട്ടി വേസ്റ്റ് ആക്കരുത് കേട്ടോ. അതിൽ അള്ളാഹു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഖുർആനിന്റെ ആയത്തൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കണേ. ആ, ഇൻഷാ അല്ലാഹ്. ശരി, അപ്പോ നമുക്ക് നമ്മുടെ റബ്ബ് അള്ളാഹു അല്ലേ? നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാ? ഞാൻ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ ഇങ്ങനെ ആക്കും. ഓക്കെ, അങ്ങനെ ആക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അള്ളാഹു എന്ന് എഴുതിയില്ലേ അതിന്റെ താഴെ, ഓറഞ്ചിന്റെ താഴെ കണ്ടോ? അത് എഴുതാനാണ് നമ്മൾ പോണത്. അതിന്റെ ഡോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട്. ഓക്കെ, ഞാൻ അങ്ങനെ ആക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ 2 പ്രാവശ്യം ആക്കുമ്പോൾ അപ്പം സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, റെഡിയാണോ?
ഞാൻ ആക്കിയില്ലല്ലോ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, തുടങ്ങല്ലേ. ഇങ്ങനെ ആക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, എന്നാ തുടങ്ങിക്കോ. അമ്പടാ, ഞാൻ ഇങ്ങനെ ആക്കിയോ? ആയിക്കോട്ടെ, റെഡി. ഇഷ്ടമുള്ള കളർ കൊടുക്ക കേട്ടോ. അല്ലാഹു റബ്ബി അല്ലാഹ്. കഴിഞ്ഞോ? അല്ലാഹു. സ്റ്റോപ്പ്. കഴിഞ്ഞോ? ഇനി തീരാത്ത ഒരു പ്രശ്നമല്ല, വീട്ടിൽ പോയി ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്നാല് നമ്മുടെ റബ്ബാരാണ് അല്ലാഹു. പക്ഷെ ആൻസർ പറയണമെങ്കിൽ കാണാതെ പഠിച്ചാൽ മാത്രം മതിയോ? പോരാ, പിന്നെന്ത് ചെയ്യണം? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? അള്ളാഹുവിനെ അനുസരിക്കണം കേട്ടോ. അള്ളാഹുവിനെ അനുസരിക്കണം. അള്ളാഹുവിനോട് എപ്പോഴും അനുസരണക്കേട്. എനിക്കൊന്നും പറ്റില്ല. പറ്റോ? അനുസരിക്കണ്ടേ മോൻ? അനുസരിക്കണ്ടേ? അപ്പൊ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് ആരാണ്? അള്ളാഹു ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓറഞ്ചും ഒരു ഖുർആനിന്റെയും ഫോട്ടോ ചിത്രം കാണുന്നുണ്ടോ? ഈ ഓറഞ്ചും ഖുർആനും തമ്മിൽ എന്താണ് കണക്ഷൻ? എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ? ആണോ? ഖുർആനിൽ എവിടെയാണ് അള്ളാഹു പറഞ്ഞത് ഓറഞ്ച് തിന്നാൻ പറ്റുമെന്ന്? ഖുർആനിൽ അള്ളാഹു ഓറഞ്ച് ബുർദുഖാൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു അക്ബർ ആണ്. ഖുർആൻ അള്ളാഹു നമുക്ക് തന്ന അള്ളാഹുവിന്റെ കലാമാണ് അല്ലേ? ഖുർആന് നമ്മൾ ഖുർആന് നമ്മൾ പഠിച്ചാല് നമ്മളെ കൽബ് നല്ല സ്ട്രോങ് ആവും. എന്താ സ്ട്രോങ് ആവുക? ഖുർആൻ പഠിച്ചാല് കൽബ് സ്ട്രോങ് ആയാൽ നമുക്ക് നല്ല ഉഷാറായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂലേ? നല്ല ഓറഞ്ച് മാത്രല്ല കേട്ടോ, നല്ല ഫുഡ്, നല്ല ഭക്ഷണം ആരാ തന്നത്? ഓറഞ്ച്, ആപ്പിള്, മുന്തിരി അല്ലേ? പിന്നെ വെജിറ്റബിൾസ് അല്ലേ? നല്ല ബീഫ്, ചിക്കൻ, മട്ടൺ. പക്ഷെ എനിക്കിഷ്ടാ. ആയിക്കോട്ടെ. എന്നാല് നല്ല ഭക്ഷണം ആരാ തന്നത്? അള്ളാഹു. അപ്പൊ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ല ശക്തിയൊക്കെ കിട്ടിട്ട് നമുക്ക് അള്ളാഹുവിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇബാദത്ത് ചെയ്യാന്. അപ്പൊ നമ്മള് ഖുർആൻ പഠിച്ചാല് എന്താ ശക്തി കിട്ടുക? എവിടെ ശക്തി കിട്ടുക? നമ്മളെ കൽബില് ശക്തി. അള്ളാഹു തന്നെ നല്ല ഭക്ഷണം കഴിച്ചാല് നമ്മളെ ശരീരത്തിന് ശക്തി കിട്ടും. അങ്ങനെ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റും. രണ്ടും അള്ളാഹു നമുക്ക് തന്നതാണ് അല്ലേ? ഒന്ന് നമ്മുടെ ശരീരം നന്നാവാന്, പിന്നൊന്ന് നമ്മുടെ കൽബ് നന്നാവാന് അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ റബ്ബായത് കേട്ടോ. നമ്മുടെ ശരീരവും നമ്മുടെ കൽബും ഒക്കെ നന്നാകാനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ എന്തായത്? ഉറപ്പാണോ? റബ്ബായത്. മനസ്സിലായോ? അപ്പൊ എന്നാലും നമ്മൾ അതിനൊന്ന് കളർ കൊടുത്ത് സൂപ്പർ ആക്കിയാലോ? ഓറഞ്ചിനും ഖുർആനിനും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട്. അല്ലാഹുമ്മ ബാരിക്.
ബ്ലൂ കളർ ആ സാരല്ല, നിങ്ങൾ ഓറഞ്ച് കളർ തന്നെ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാലാകെ കുഴപ്പമുണ്ടോ? അല്ല, പെൺകുട്ടികൾക്ക് കൊടുത്തില്ലായിരുന്നോ കളറ് ക്രയോൺസ്? ആ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുത്തോട്ടോ തൽക്കാലം. സാരല്ല സാരല്ല, ഇഷ്ടമുള്ള കൊടുത്തോ. നമുക്കിപ്പോ കളറ് കുറവല്ലേ. അല്ല, താരക്കിന്റെ കളർ പെൻസിൽ ഇവിടെ, നിങ്ങൾ രണ്ടാളും കളർ പെൻസിൽ ഉണ്ടെന്നില്ലേ? ഇതാ കെയ്ഫ്, അതിനകത്തെ കെയ്ഫ് കളർ പെൻസിൽ ഇവിടെ വണ്ടിയില മിസ്സായോ? ആ, അതെടുത്തോ, അതിൽ ഓറഞ്ചില്ലേ, വേഗം എടുത്തോ. അല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആ, പുറത്തേക്ക് പോവാണ്ട് കളർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാ നമ്മള് സ്റ്റോപ്പ് ചെയ്യാൻ പോണേ. പ്രശ്ന സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾ എല്ലാരും കൂടി കരയോ? ഇത് മസ്ജിദാണ്, ഇവിടെ നമ്മൾ ഇങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കാൻ പറ്റൂല കരഞ്ഞിട്ട്. ആ, രണ്ടിനും ചെയ്യണം കേട്ടോ, ഖുർആനിനും ഓറഞ്ചിനും. അപ്പൊ നമ്മൾ ഓർമ്മിക്കണം, കളർ ചെയ്യുമ്പോ നമ്മൾ എന്താ ഓർമ്മിക്കേണ്ടത്? ഖുർആന് കൊടുത്തോ ഇൻഷാ അല്ലാഹ്. അതെ കുട്ടികളെ, ഓർമ്മിക്കണം. എന്താ ഓർമ്മിക്കേണ്ടത്? അള്ളാഹു നമുക്ക് ഖുർആൻ തന്നത് എന്തിനാണ്? എന്തിന് ശക്തി കിട്ടാനാ? എവിടെ ശക്തി കിട്ടാനാ? ഖൽബിന് ശക്തി കിട്ടാനല്ലേ. ഓറഞ്ച് പോലെയുള്ള നല്ല ഭക്ഷണം തന്നതാ വയസ്സറിയാനോ? വയറ് നിറഞ്ഞിട്ട് ഉറങ്ങാനാ? പിന്നെ ആ, ബോഡിക്കാണ്. എന്നിട്ടോ നമ്മുടെ കൽബിനും ശരീരത്തിനും ശക്തി കിട്ടിയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും, നോമ്പെടുക്കാൻ പറ്റും, അല്ലേ? ഹജ്ജ് ചെയ്യാൻ പറ്റും, അല്ലേ? സാരല്ല. അപ്പൊ എന്നാല് അപ്പൊ നമ്മള് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. സമയമില്ല, ഇശാ നിസ്കാരം ഇപ്പൊ തുടങ്ങൂലേ. ഇൻഷാ അല്ലാഹ്. റെഡി? സ്റ്റോപ്പ്. ഇനി ചെയ്താൽ പ്രശ്നം കേട്ടോ, ഇനി ചെയ്താൽ ആകെ പ്രശ്നമാവേ. സ്റ്റോപ്പ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞില്ലേ? ചെയ്ത് കഴിഞ്ഞില്ലേ? ആ, മാഷാ അല്ലാഹ്. സാരല്ല. കഴിയാത്തവർക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ഫ്രീ ആണ്, ആരും പൈസ ഒന്നും ചോദിക്കൂല. നിങ്ങൾക്ക് ക്രയോണും വീട്ടിൽ കൊണ്ടുപോകാം, അല്ലേ ഉസ്താദേ? ഇൻഷാ അല്ലാഹ്. കളറൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നാളെ ഇവിടെ വന്നിട്ട്, ഇവിടെ മർക്കസുൽ അസരിയിൽ വന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഉസ്താദിന്റെ അടുത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഉസ്താദ് നിങ്ങൾക്ക് നല്ല സ്റ്റാറൊക്കെ ഇട്ടും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നല്ല കുട്ടികളെ, റബ്ബി, പക്ഷെ റബ്ബി അല്ലാഹ് പറയണമെങ്കിൽ, ആൻസർ പറയാൻ പറ്റണമെങ്കിൽ കാണാണ്ട് പഠിച്ചാൽ മതിയോ? പിന്നെയോ അള്ളാഹുവിനെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആരോട് ദുആ ചെയ്യണം? ആരോട് പ്രാർത്ഥിക്കണം? അള്ളാഹുവിനോട്. അള്ളാഹു പറഞ്ഞത് അനുസരിക്കണം. വർത്താനം പറയുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് അവരെ ഉസ്താദ് ബാക്കിൽ അവിടെ കൊണ്ടുപോയി ഇരുത്തണം.
ഓക്കെ, ഇനി ഞാൻ ആരെങ്കിലും വെറുതെ വർത്താനം പറയുന്നുണ്ടാല് ബാക്കിൽ ഇരുത്തിട്ടോ ഒറ്റക്ക്. ഓക്കെ, ശരി. അപ്പൊ എന്നാല് റബ്ബി അല്ല എല്ലാരും റെഡി അല്ലേ? ഇത് മറക്കരുത് കേട്ടോ. പക്ഷെ നമ്മളെപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന് എന്തൊക്കെ ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ഇബാദത്തുകൾ അള്ളാഹുവിന് ചെയ്യാൻ പറ്റും? ആരാ ആൻസർ പറയും? ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ബാ, വേഗം ഓടി ഓടി വാ. എന്താ ഇബാദത്ത് നമുക്ക് ചെയ്യാൻ പറ്റാം? നിസ്കാരം ഒരു ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ നിസ്കരിക്കണം. വാ വാ, നോമ്പെടുക്കണം. പിന്നെയോ വേഗം വേഗം ഓടി വരണേ. ഞാൻ വിളിക്കണ ആൾക്കാർ വേഗം വരണേ. നിസ്കരിക്കണം. അത് പറഞ്ഞില്ല ഓൾറെഡി. ദുആ ചെയ്യണം. അതൊരു ഇബാദത്താണ് അല്ലേ? ദുആ ചെയ്യണം, അതൊരു ഇബാദത്താണ്. കൈഫ്? നഅം, ഹജ്ജ് ചെയ്യണം. നോമ്പെടുക്കണം. അങ്ങനെ കുറെ ഇബാദത്തുണ്ട്. ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതണം അല്ലേ? പിന്നെ ഉമ്മാനെ ഉപ്പാനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? പറഞ്ഞോ ദുആ ചെയ്യണം. ഇനി ഉസ്താദ് ഒരു ഐഡിയ പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ആൻസർ പറയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? നിങ്ങൾ അടുത്തുള്ള ഫ്രണ്ടിനോട് പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഒരു ഇബാദത്ത് അള്ളാഹു നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്ത് വേഗം പറഞ്ഞോ. അടുത്തുള്ള ആൾക്കാരോട് വേഗം പറഞ്ഞോ. പറഞ്ഞോ. സ്റ്റോപ്പ്. സുബ്ഹാനല്ലാഹ്, സ്റ്റോപ്പ്. ആയിക്കോട്ടെ, ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഉസ്താദേ, ഇതിൽ ഇനിയും വർക്ക് ഉണ്ടല്ലോ ചെയ്യാന്. സമയമില്ല, നമുക്ക് ഈ വർക്ക് വീട്ടിൽ പോയി ചെയ്യാം. ഇനി അടുത്തത് കേട്ടോ. അപ്പുറത്ത് മറിച്ചോ, ഞാൻ പറയാം. അത് ഉസ്താദ് അത് വീട്ടിൽ പോയിട്ട് ചെയ്യാം കേട്ടോ. ഉമ്മിനോട് ചോദിച്ചാൽ മതി അതെന്താന്ന്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് കേട്ടോ. അമ്പടാ വിട്ടോ. എന്നാല് അടുത്തത് റെഡി അല്ലേ? മൻ റബ്ബുക ചോദിച്ചാലേ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് റബ്ബി അള്ളാഹ് പറയാൻ പറ്റും അല്ലേ? അപ്പൊ മാ ദീനുക ചോദിച്ചാലോ? ദീനി അൽ, എന്റെ ദീന് ഇസ്ലാമാണ് പറയാൻ പറ്റും അല്ലേ? എല്ലാവർക്കും പറയാൻ പറ്റോ? ഒരാളെ പേര് മുസ്ലിം എന്നാണ്. ഒരാളെ പേരെന്താണ്? അവന്റെ പേര് മുസ്ലിമാ? അല്ലാഹു മുബാരിക്, എന്ത് നല്ല പേരാ. ബാറക്കല്ലാഹു ഫീക്. ഈ മുസ്ലിം അല്ല കേട്ടോ, വേറൊരു ചങ്ങാതി ഉണ്ട്. അവന്റെ പേര് തന്നെ മുസ്ലിം എന്നാണ്. ഓക്കെ, പക്ഷേ അവന് ഭൂമി കുലുങ്ങിയാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂല. അവന്റെ ചെവിയിൽ പോയിട്ട് ബാങ്ക് വിളിച്ചു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, എന്നാലും നിസ്കരിക്കൂല. പേരെന്താ? മുസ്ലിം. അങ്ങനത്തെ ഒരു ചങ്ങായിനോട് ഖബറിലെത്തിയാല് മാ ദീനുക ചോദിക്കുമ്പോ ദീനി അൽ ഇസ്ലാം പറയാൻ പറ്റോ? പറ്റില്ലല്ലോ. നമ്മൾ ഇസ്ലാം അനുസരിച്ചിട്ട് ജീവിക്കണം അല്ലേ? മുസ്ലിം ആകണം അല്ലേ? വേണ്ടേ? എങ്ങനെയാ മുസ്ലിം ആകുക? നല്ല താടിയൊക്കെ വെച്ച്, മീശൊക്കെ വെട്ടി, തൊപ്പിയൊക്കെ ഇട്ട്, ജുബൊക്കെ ഇട്ട്, വാച്ചൊക്കെ കെട്ടി, അങ്ങനെയാണോ? എപ്പോഴാ ഒരാള് മുസ്ലിം ആവാ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത്രേ ഉള്ളൂ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിക്കണം. ഈസി. അപ്പൊ ഒരാളെന്താവും? അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് അല്ലേ? അങ്ങനെ മുസ്ലിം ആയിട്ട് ജീവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ പറയാൻ പറ്റുള്ളൂ. ആൻസർ പറഞ്ഞാലേ എവിടെ പോകാൻ പറ്റുള്ളൂ? പാർക്കിലോ? സ്വർഗത്തില് പോകാൻ പറ്റും അല്ലേ? ആയിക്കോട്ടെ, എന്നാ എല്ലാരും ഒന്ന് എണീറ്റുന്നേ. എല്ലാരും ഒന്ന് എണീറ്റുന്നേ. ഒന്നും എടുക്കണ്ട, എണീറ്റുന്നാ മതി. നിന്നോ? റെഡിയാണോ? റെഡിയല്ലേ? ശരി, ഓക്കെ. ഞാന് ഈ ബണ്ണുണ്ടോ, ഇത് എടുത്താല് നിങ്ങൾ അപ്പം തന്നെ ഇരിക്കണം. ഓക്കെ, ഇത് എടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊട്ടു, അപ്പം തന്നെ ഇരിക്കണം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, ശരിയാണോ? ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അടുത്തുള്ള ആളെ മേത്തൊന്നും വീണിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ആംബുലൻസ് ഒന്നും വിളിക്കാൻ വയ്യ. ഓക്കെ, റെഡി? കുറെ ആൾക്കാർ ഇരുന്നിട്ട് വേഗം എണീറ്റ്, അത് ഫൗളാട്ടോ. ആയിക്കോട്ടെ. അല്ലോ, ഒരു സിപ്പ് പൊട്ടിയത് ആർക്കാണോ കിട്ടുക. ആയിക്കോട്ടെ, റെഡി അല്ലേ? പെൺകുട്ടികളും ഉണ്ടല്ലോ, പെൺകുട്ടികൾക്ക് കാണൂലല്ലോ. പെൺകുട്ടികളെ നിങ്ങളെല്ലാരും എണീറ്റ് നിൽക്ക് നിങ്ങൾ കേട്ടോ. ഇനി ഞാൻ ഉസ്താദ് സുബ്ഹാനല്ലാഹ് പറഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ, പെൺകുട്ടികളെ എണീറ്റില്ലേ? റെഡി അല്ലേ? സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അപ്പൊ തന്നെ ഇരിക്കണേ. ഓക്കെ ഓക്കെ, റെഡി? 1 2 3 സിറ്റ് ഡൗൺ. ആയിക്കോട്ടെ എന്നാ സാരമില്ല, കുഴപ്പമില്ല. എല്ലാരും ഇരുന്നോളൂ. അതെന്താ അപ്പൊ സുബ്ഹാനല്ലാഹ് പറയുമ്പോ ഇരിക്കേണ്ടത്? ആയിക്കോട്ടെ. 3 2 1 സുബ്ഹാനല്ലാഹ്. അതൊക്കെ മാറിയില്ലേ? സുബ്ഹാനല്ലാഹ്. ആയിക്കോട്ടെ, ശരി. അപ്പൊ ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ദീനി അൽ ഇസ്ലാം നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു മസ്ജിദ് കാണുന്നുണ്ടോ നിങ്ങൾ പേപ്പറിൽ? ഇഷ്ടപ്പെട്ടോ? ആ മസ്ജിദിലേക്ക് പോകാൻ എത്ര വഴിയുണ്ട് നോക്കി. ഇപ്പൊ ഒന്നും ചെയ്യരുത്. എത്ര വഴിയുണ്ട് നോക്കി. 5 വഴിയുണ്ടോ? ശരിക്കും നോക്കി മസ്ജിദിലെത്താന്. ഓക്കെ, 3 2 1 0. മസ്ജിദിലെത്താന് ഒരു വഴിയുള്ളൂ അല്ലേ? ഇതിലുള്ള മസ്ജിദിലെത്താന്. ഓക്കെ, നമ്മൾ ഇതിലുള്ള മസ്ജിദിക്ക് ഒരു വഴിയല്ലേ ഉള്ളൂ? ഈ മസ്ജിദിക്ക് ഈ പേപ്പറിലുള്ള മസ്ജിദില് അല്ലേ ഒരു വഴിയല്ലേ ഉള്ളൂ? അതുപോലെ ശ്രദ്ധിക്കണേ, അതുപോലെ സ്വർഗത്തിലേക്ക് എത്താൻ എത്ര വഴിയുണ്ട്? അത് സ്വർഗത്തിന്റെ ഡോറല്ലേ, സ്വർഗത്തിന്റെ കവാടാണ് 8. ഓക്കെ, 3 2 1 0. സ്വർഗത്തിന് 8 വാതിലൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരൊറ്റ വഴിയുള്ളൂ, മുസ്ലിം ആവുക. നമ്മളെ ദീൻ എന്താവുക? ഇസ്ലാം ആകുക അല്ലേ? ശരിയല്ലേ? മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം അല്ലേ? അല്ലാഹ് അല്ലാത്തവരെ ആരാധിച്ചാൽ ഇബാദത്ത് ചെയ്താൽ മുസ്ലിം ആകുമോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിക്കണം, വേണ്ടേ?
ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടല്ല. അവന് സ്വർഗത്ത് പോകാൻ പറ്റോ? അവനെവിടെ പോവാ? നരകത്തിലാ പോവല്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമ്മളാരും അങ്ങനെ പറയില്ലല്ലോ. ഇല്ല. ശരി, അപ്പൊ സ്വർഗത്ത് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതാ വഴി? മുസ്ലിം ആവുക. എന്നാ പെട്ടെന്ന് മസ്ജിദിലേക്കുള്ള വഴി കളറ് നിങ്ങൾ ആരെയാണ് വെയിറ്റ് ചെയ്യണത്? വേഗം. എന്താണ് വേഗം? ചെയ്തോ? ഓക്കെ. ഇപ്പൊ നമ്മള് മസ്ജിദുക്കുള്ള വഴി കളർ ചെയ്തില്ലേ? നമുക്ക് മസ്ജിദ് കളർ ചെയ്യണം. ആയിട്ടില്ല, ഇപ്പോഴല്ല. എവിടെ പോയിട്ട്? വീട്ടിൽ പോയിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർമ്മിക്കണം, ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ. മസ്ജിദിലേക്ക് പോകാൻ ഒരേ ഒരു വഴി ഉള്ളതുപോലെ സ്വർഗത്തിൽ പോകാൻ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണ്? മുസ്ലിം ആകണം. അല്ലേ? നല്ല ഒരു കോഫി കണ്ടങ്ങള്, നല്ല കട്ടൻ കാപ്പി കാണണ്ടോ? കറുത്തൊരു കട്ടൻ കാപ്പി കാണണ്ടോ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കേട്ടോ, പ്രിന്റ് ആയിക്കോട്ടെ. അതിലേക്ക് ഇനിയും നമ്മൾ കുറച്ചും കൂടി കാപ്പി ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ കപ്പിൽ നിറച്ച് കാപ്പി ഇല്ലേ, കോഫി ഇല്ലേ, അതിൽ വീണ്ടും ഒഴിച്ചാലോ മറിഞ്ഞു പോവില്ലേ? നിങ്ങൾ ഈ പണ്ണെടുത്തിട്ട് ആ കോഫിയിൽ അങ്ങനെ തന്നെ മുക്കിയാലോ? ഇല്ലേ? നമ്മുടെ ഇസ്ലാം ദീന് ഫുള്ളാ, കംപ്ലീറ്റാ. ഇനി പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റോ? പുതിയൊരു നിസ്കാരം ഉണ്ടാക്കാൻ പറ്റോ? ഓ, സുബഹിക്ക് ഉറങ്ങി എണീറ്റിട്ട് എത്ര സമയമുണ്ട്? 2 റക്അത്ത് നിസ്കരിച്ചാ പോരാ, ഒരു 10 എണ്ണം നിസ്കരിക്കണം. പുതിയത് ഉണ്ടാക്കാൻ പറ്റോ? പറ്റില്ലല്ലോ. അപ്പൊ എന്തായിപ്പോ നമ്മൾ ഇസ്ലാം കംപ്ലീറ്റ് അല്ലേ? അതിൽ പുതിയത് ഇട്ടാൽ എന്തായിപ്പോ? ഉള്ളതും കൂടി ചാടിപ്പോ അല്ലേ? ദീനുൽ ഇസ്ലാമി കാമിലുൻ, നമ്മുടെ ദീന് കംപ്ലീറ്റ് ആണ്. അതിൽ ഇനി പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കാനേ ഇല്ല. അതും ഓർമ്മിക്കാനാണ് ഉസ്താദ് അവിടെ എന്ത് വെച്ചത്? ഒരു കപ്പിൽ ഫുൾ കോഫി ഒഴിച്ച് വെച്ചത് കേട്ടോ. ഓക്കെ, നിങ്ങൾ അവിടെ അൽ ഇസ്ലാം എഴുതിയത് കണ്ടോ? ഡോട്ട് ഇട്ടിട്ട്. എന്നാ പെട്ടെന്ന് എഴുതിക്കോ. എന്താണ് നിങ്ങൾ വേഗം റെഡി? അൽ ഇസ്ലാം 2 പ്രാവശ്യം എഴുതാനുണ്ട്, പെട്ടെന്ന്. അല്ലല്ല, ഇപ്പുറത്ത് എഴുതിയിട്ടില്ലേ? അതന്നെ. ബാറക്കല്ലാഹു ഫീക്ക്. അവിടെല്ല, അവിടെ കോളത്തിലല്ലേ, ഇപ്പുറത്ത്. അതന്നെ, ഈ തുടങ്ങിയില്ലേ? അതായിട്ടില്ല. കഴിഞ്ഞോ? ഓക്കെ. 3, 2, 1, 0. സ്റ്റോപ്പ്. കഴിഞ്ഞാലും ഇല്ലെങ്കിലും സ്റ്റോപ്പ്. ആയിക്കോട്ടെ. അപ്പൊ നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ, പെട്ടെന്നൊരു ചോദ്യം ചോദിക്കട്ടെ. റെഡി അല്ലേ? ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കാൻ പോണേ. റെഡി അല്ലേ? ദീനുൽ ഇസ്ലാമി കാമിലുൻ ലാ യഹ്താജു ഇലാ അയ്യി തക്മീൽ. ദീനുൽ ഇസ്ലാം ഫുള്ളാണ്, അതിക്ക് ഒന്നും കൂടുതൽ കൂട്ടാൻ പറ്റോ? അങ്ങനെ ഇനി ആൻസർ പറയാൻ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആരെങ്കിലും കൂട്ടിയാൽ എന്ത് സംഭവിക്കും? അല്ല, പറഞ്ഞോ. ബിദ്അത്താണ് സംഭവിക്കുക അല്ലേ?
ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാര് എവിടെ പോകും? ബിദ്അത്ത് ചെയ്യുന്ന ആളെവിടെ പോകും? അല്ലോ നരകത്തിൽ പോകും അല്ലേ? ബിദ്അത്ത് ചെയ്യുന്ന ആളെവിടെ പോകും? അപ്പൊ എന്നാൽ ഉസ്താദ് ചോദിക്കട്ടെ, റബ്ബി അല്ലാ എന്ന് പറയണം അല്ലേ? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം അല്ലേ? അള്ളാഹു അല്ലാത്ത ആൾക്കാരെ ഇബാദത്ത് ചെയ്യണതിന് എന്താ പറയാ? ഒരു പേര് ഒറ്റയടിക്ക് പറയരുത്, ഹാൻഡ് റൈസ് ചെയ്യട്ടോ. ആ പറഞ്ഞോ, രണ്ടാളും പറഞ്ഞോ. ശരി, എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കരുത് കേട്ടോ. വേറെ വഴിയില്ലല്ലോ. പക്ഷെ എല്ലാവർക്കും സിപ്പ് കിട്ടും കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പൊ എന്നാല് അടുത്ത ചോദ്യം കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. വർത്താനം പറയണവരോട് ഉസ്താദ് ക്വസ്റ്റ്യനേ ചോദിക്കൂല. ഓക്കെ, അതിന്റെ അർത്ഥം ഉസ്താദ് ക്വസ്റ്റ്യൻ ചോദിക്കാത്തവരൊക്കെ വർത്താനം പറയണവരാണെന്നല്ല. ഇല്ല, നോക്കാം, നമുക്ക് നോക്കട്ടെ. ആയിക്കോട്ടെ, എന്നാ റെഡി. അടുത്തത് അള്ളാഹു നമ്മളോട് ഇസ്ലാം അനുസരിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞു. നല്ല ആളുകളായിട്ട്, അല്ല ഗുഡായിട്ട് നിൽക്കണം. ശൈത്താൻ പറയണമൊന്നും കേൾക്കാൻ പാടില്ല അല്ലേ? നിസ്കരിക്കണം, നോമ്പെടുക്കണം. പക്ഷെ നമുക്ക് ഈ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ ആരാണ് മനസ്സിലാക്കി തന്നത്, പറഞ്ഞു തന്നത്? അല്ല, ഞാനില്ലേ കളിക്ക്, ഞാൻ പോകും. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയാൽ എന്താ? ഞാൻ ഓടിപ്പോയി, ഞാൻ എനിക്ക് തന്നെ പേടിയായി പോവാണല്ലോ. ഇരിക്കി ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ ആൻസർ പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും ഞാൻ തരൂല, ആർക്കും തരൂല. ഹാൻഡ്സ് ഡൗൺ. ആയിക്കോട്ടെ. മുഹമ്മദുൻ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നമുക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും ചീത്ത കാര്യങ്ങളൊക്കെ എന്താക്കാന്, എല്ലാ നല്ല കാര്യങ്ങളും ആര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരു നല്ല കാര്യം പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നല്ല കാര്യം. എത്രയോ നല്ല കാര്യം പറഞ്ഞില്ലേ? നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നല്ല കാര്യം നിസ്കരിക്കാനാണ്. വേറൊരു നല്ല കാര്യം പറഞ്ഞു. ഹജ്ജ് ചെയ്യുക അല്ലേ? വേറൊരു നല്ല കാര്യം. പിന്നെ എന്താ ഉസ്താദ് പറഞ്ഞത്? ഇപ്പോ നമുക്കെല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ചീത്ത കാര്യങ്ങളെ കുറിച്ചും അതൊന്നും ചെയ്യരുത് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണതൊക്കെ അനുസരിച്ച് ജീവിക്കണ ആള് മുസ്ലിം ആവൂലേ? അങ്ങനത്തെ ആളോട് ഖബറില് മൻ നബിയുക ചോദിക്കുമ്പോ അയാൾ എന്ത് ചെയ്യും? നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അങ്ങനെ ആൻസർ പറയാൻ പറ്റണമെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. ഇഷ്ടമല്ല നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം? ശ്രദ്ധിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാം? നിങ്ങളെ ബുക്കിലെ ഇതിലുണ്ടോ നോക്കട്ടെ. ഇതിലില്ല, അത് കൊടുത്തിട്ടില്ല. ആയിക്കോട്ടെ. നബി ഒരു ദിവസമല്ലേ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അനസ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, മരുഭൂമിയിൽ ഒരു സ്ഥലത്തിരിക്കാൻ, ഡെസേർട്ടിൽ. ഓക്കെ,
ആകാശത്ത് നോക്കിയാൽ നല്ല സ്റ്റാറൊക്കെ കാണാം. അപ്പോൾ ഉണ്ട് ഫുൾ മൂണില്ലേ, ചന്ദ്രൻ, ഫുള്ള് ചന്ദ്രൻ ഇങ്ങനെ നല്ല ഷൈനായിട്ടില്ലേ, ഭയങ്കര രസമല്ലേ മൂണിനെ നോക്കാന്. നമ്മളിങ്ങനെ നല്ല ആകാശത്ത് ഫുൾ മൂൺ, നല്ല ചന്ദ്രനെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കി നിന്നു, എന്തൊരു ഭംഗിയാ അല്ലേ. നിങ്ങൾ നടക്കുമ്പോൾ, രാത്രി നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചന്ദ്രനെ നോക്കി ഇങ്ങനെ നടക്കലുണ്ടാവും. ഇതെന്താ എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടല്ലോ, നോക്കില്ലേ, ഭയങ്കര രസല്ലേ. അങ്ങനെ നടക്കുമ്പോൾ തട്ടി താഴെ വീണ് മൂക്ക് മുറിയാതെ നോക്കണം കേട്ടോ. ആയിക്കോട്ടെ. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയപ്പോൾ എന്തൊരു ഭംഗിയാ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇവിടെ താഴെ നോക്കി, തൊട്ടടുത്ത ഒരാൾ ഇരിക്കുന്നുണ്ട്, ചന്ദ്രനേക്കാളും ഭംഗി, മൂണിനേക്കാളും ഭംഗി, നല്ല ചുവന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരാള്. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഭംഗിയാ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ നടക്കുക? ആരാടാ ഇങ്ങനെയാ നടക്കുക? ആണോ? നീ ദേഷ്യമൊക്കെ പിടിച്ചിട്ടാണോ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ നോക്കിയിട്ട് പാവായിട്ടാണ് നടക്കുക കേട്ടോ. ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. അള്ളാഹുവിനെ ഓർമ്മിക്കാൻ ആകാശം കണ്ടാൽ അള്ളാഹിനെ ഓർമ്മയാവൂലേ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുക കേട്ടോ. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോന്ന് നോക്കൂ, വഹീം കൊണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ആകണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരെ വയ്യ, അസുഖം വന്നു, നടക്കാൻ പോലും വയ്യ. അപ്പോഴോ 2 സ്വഹാബിമാര് വന്നിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ മസ്ജിദിക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോയി. എങ്ങനെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് 2 സ്വഹാബിമാരെയും തോളിൽ ഇങ്ങനെ കൈയിട്ടു. എന്നിട്ട് റസൂലുള്ളാഹിനെ അവരിങ്ങനെ വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ ചെയ്തോട്ടെ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല, അങ്ങനെയാണോ? പിന്നെയോ ചെയ്യണം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതണം, പിന്നെ അദ്കാറുകളൊക്കെ ചൊല്ലണം, പഠിപ്പിച്ചു. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടല്ലേ? അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യൂലേ? ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കാണുമ്പോഴൊക്കെ നല്ല ചിരിക്കണം, അങ്ങനെ ചിരിച്ചാൽ കൂലി കിട്ടും. നമ്മളിങ്ങനെ കാണുമ്പോൾ ചിരിക്കണം, അപ്പം എന്ത് ചെയ്യും? കൂലി കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരെയും കാണുമ്പോൾ എന്ത് ചെയ്യും? ചിരിക്കൂലേ? അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ച് ജീവിച്ചാൽ എന്ത് കിട്ടും? എന്ത് പറയാൻ പറ്റും? സ്വർഗം കിട്ടും. മലക്കുകൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൻസർ പറയാൻ പറ്റും അല്ലേ? മലക്കുകൾ എന്താ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്? മൻ റബ്ബുക എന്നാണോ മലക്കുകൾ ചോദിക്കാൻ? മൻ റബ്ബുക എന്നാണോ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്? മലക്കുകൾ എന്താ ചോദിക്കാം? മൻ നബിയുക, ആരാണ് നിന്റെ നബി എന്നാണ് ചോദിക്കല്ലേ. അറിയണ്ട കേട്ടോ, എവിടുന്നെങ്കിലും ഇൻഷാ അല്ലാഹ് ഇതിനേക്കാളും നല്ലത് കിട്ടും. നമ്മളൊരു കാര്യം കിട്ടാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിലില്ലേ, വിഷമിക്കണ്ട. അള്ളാഹുവിൻ്റെ അടുത്ത് ഇതിനേക്കാളും വലുതില്ലേ? അള്ളാഹു അതിനേക്കാളും വലുത് നമുക്ക് തരും കേട്ടോ. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഇപ്പം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിനൊക്കെ കളറൊക്കെ ചെയ്ത് നല്ല ഉഷാറാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാൻ, നിസ്കരിക്കാൻ സമയമായി കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്ന് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം, പാപ്പാക്ക് പറഞ്ഞു കൊടുക്കണം, പിന്നെ ആരാണോ വീട്ടിലുള്ളത് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്.
പറഞ്ഞു കൊടുക്കൂലേ? അബ്ദുള്ള പറഞ്ഞു, അബ്ദുറഹ്മാൻ, സാലിഹ് ഒക്കെ ഉണ്ടോ ഇവിടെ? എനിക്കറിയില്ല. ഹയ ഉണ്ടോ ഇവിടെ? ഹയ. ആ, എല്ലാവരും പറഞ്ഞു കൊടുക്കൂലേ ഇൻഷാ അല്ലാഹ്? ഇല്ലേ? സൈനബ്, ഖദീജ, ഫാത്തിമ, ആയിഷ, അല്ലാഹു അലം, ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കൂലേ ഇൻഷാ അല്ലാഹ്? പറഞ്ഞു കൊടുക്കൂലേ? بارك الله فيكم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله.